ഹലോ, സുഖാണ് എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നുണ്ടല്ലോ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മുരുകേഷ് പാളയ സൈഡിൽ ഒരു വീട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ മുമ്പ് താമസിച്ച സ്ഥലം കേട്ടോ മുരുകേഷ് പാളയ. അപ്പൊ അവിടെ അറിയാവുന്ന ആൾക്കാരോട് നല്ല വീടുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. മുമ്പ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ഥിരം ചായ കുടിക്കാൻ വരാറുള്ള ഒരു കടയിൽ തന്നെയാട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ സാധാരണ മസാലപ്പൂരിയും ദഹിപ്പൂരിയും ഒക്കെ ആട്ടോ കഴിക്കാറുള്ളത്. ഇന്നും മസാലപ്പൂരിയും ദഹിപ്പൂരിയും ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് നാളായി ഇവിടുന്ന് കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പം. കെവിനാണെങ്കിൽ നന്നായിട്ട് എരിയുന്നും ഉണ്ടായിരുന്നു, ചൂടും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മസാലപ്പൂരി കഴിക്കുമ്പം. ദഹിപ്പൂരി പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ദഹിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് വായിലിട്ട് അയ്യോ എല്ലാം കൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ മൊത്തം നാണക്കേടായി. ഞാനേ ഒരു 9 വർഷങ്ങൾക്ക് മുമ്പാട്ടോ ആദ്യമായിട്ട് മൈസൂര് പോയപ്പം പാനിപ്പൂരി കഴിക്കുന്നത്. അന്ന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഞാനിത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാൺപൂര് പോയിട്ട് അവിടെ ഒരു കടയുണ്ട് കേട്ടോ, ഈ പാനിപ്പൂരിയൊക്കെ കിട്ടുന്നൊരു കട. അങ്ങനെ അവിടുന്ന് കഴിച്ച് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ പാനിപ്പൂരി ദഹിപ്പൂരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഡാരിസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുമെങ്കിലും വളരെ കുറച്ച് കഴിക്കത്തുള്ളൂ കേട്ടോ. വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ പോയത് ഷാപ്പിലേക്കാട്ടോ. ഷാപ്പിൽ നല്ല അടിപൊളി പഴംപൊരി കിട്ടും. അപ്പോൾ പഴംപൊരി മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ പോയിട്ട് ഓർഡർ കൊടുത്തിട്ട് കാത്തു നിൽക്കും കേട്ടോ. കുറേ നേരം നിന്നും ഇരുന്നൊക്കെ വെയിറ്റ് ചെയ്തിട്ടാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല അടിപൊളി പഴംപൊരി ആട്ടോ ഷാപ്പിലെ. അധികം വലുപ്പമൊന്നുമില്ലാത്ത ചെറിയ പഴംപൊരിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഴംപൊരിയിൽ ഞാൻ കഴിച്ചതിൽ ഏറ്റവും അടിപൊളി ടേസ്റ്റ് ഈ ഷാപ്പിലെ പഴംപൊരി ആട്ടോ. കാണാൻ വലിയ വർക്കത്തൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ കൊടുക്കുന്ന ടേസ്റ്റ് ആട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. ചെറിയ പഴംപൊരി ആട്ടോ. ഒരു പഴത്തെ നടുവേ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടാക്കുന്നതാന്ന് തോന്നുന്നുണ്ട്. വളരെ ചെറിയ പഴംപൊരിയാണ്. ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ അടിപൊളി പഴംപൊരി ആട്ടോ. പഴംപൊരിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചോക്ലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് വല്ലാത്ത വിശപ്പായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.